السلام عليكم ورحمة الله وبركاته. الحمد لله نحمده ونستعينه ونتوكل عليه. نعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. نشهد أن لا إله إلا الله وحده لا شريك له، ونشهد أن سيدنا ونبينا محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ادعوا ربكم تضرعا وخفية إنه لا يحب المعتدين ولا تفسدوا في الأرض بعد إصلاحها وادعوه خوفا وطمعا إن رحمة الله قريب من المحسنين. صدق الله مولانا العلي العظيم. اللهم صل على رسولك سيدنا محمد الفاتح لما أغلق الخاتم لما سبق ناصر الحق بالحق الهادي إلى صراطك المستقيم حق قدره العظيم ومقداره العظيم وعلى آله وأصحابه وأتباعه إلى يوم الدين وسلم. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഈ പരിശുദ്ധമായ വെള്ളിയാഴ്ചയിൽ നമ്മെ ഇവിടെ ഒരുമിച്ച് കൂട്ടിയതുപോലെ നാളെ ജന്നാത്തുൽ ഫിർദൗസിലും നാം എവരെയും അല്ലാഹു ഒരുമിപ്പിക്കുമാറാകട്ടെ. അല്ലാഹു അവൻ്റെ അപാരമായ അനുഗ്രഹത്താൽ നമ്മുടെ ഏവരുടെയും എല്ലാ ദോഷങ്ങളും പുറത്തു മാപ്പാക്കുകയും ദീർഘായുസ്സോടെ അവൻ്റെ പൊരുത്തത്തിലായി ജീവിക്കാനും അവസാനം അവൻ്റെ തൃപ്തിയിലായി മരിക്കാനും നമുക്കേവർക്കും അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ ഖുർആനിലെ ഈ ആയത്ത് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ ഓതിക്കേൽപ്പിച്ചത് വളരെ സുപ്രധാനമായ ചില ചിന്തകളെക്കുറിച്ച് നമുക്ക് ആലോചിക്കാനാണ്. അല്ലാഹു അവൻ്റെ വിശുദ്ധ ഗ്രന്ഥത്തിൽ രണ്ടു പ്രധാന കാര്യങ്ങളെ ചേർത്ത് വെച്ചുകൊണ്ട് പറയുകയാണ്. ഒന്ന്, അല്ലാഹുവിനെ വിനയപുരസ്സരം അല്ലാഹുവിനെ വിളിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാൻ, എന്നാൽ അതോടൊപ്പം തന്നെ ഏതു കാര്യത്തിലും അതിക്രമം പാടില്ലെന്ന് പഠിപ്പിക്കുകയും, വിശിഷ്യ അത് ഭൂമിയുമായി ബന്ധപ്പെട്ട് അതിൻ്റെ എല്ലാ നന്മയും നിലനിർത്താൻ ആവശ്യമായ പ്രവർത്തനങ്ങളിൽ സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു വലിയ ബാധ്യതയുണ്ട് എന്നറിയിക്കുകയും ചെയ്യുന്നതാണ് ഈ ആയത്ത്. രണ്ട് കാര്യങ്ങളാണെന്ന് ഞാൻ സൂചിപ്പിക്കാൻ കാരണം, ഈ രണ്ടു കാര്യങ്ങളെക്കുറിച്ച് പോലും പണ്ഡിതന്മാർ ഇത് സംബന്ധിച്ച് വലിയ ചർച്ചകൾ നടത്തിയിട്ടുണ്ട്. എന്തിനാണ് അല്ലാഹു പ്രാർത്ഥനകളെയും ആരാധനകളെയും കുറിച്ച് പറയുമ്പോൾ ഭൂമി നന്നായി നിൽക്കണം എന്ന് പറയാൻ കാരണം എന്നതിനെക്കുറിച്ചും പണ്ഡിതന്മാർ ചർച്ച ചെയ്യുന്നുണ്ട്. അതാണ് ഞാൻ ഈ രണ്ട് വിഷയവും കൂടി ചേർത്ത് വെച്ചുകൊണ്ട് പറയുന്നത്. ഒരു മുസ്ലിമിന് ആരാധന പോലെ പ്രധാനമാണ് അവൻ്റെ പരിസരത്തെ ഏറ്റവും നന്നായി ശുചീകരിച്ചു നിലനിർത്തൽ എന്നാണ് അല്ലാഹു പഠിപ്പിച്ചു തരുന്നത്. അവൻ്റെ പരിസരം, അവൻ ജീവിക്കുന്ന മണ്ണ്, അത് ഏറ്റവും നന്നായി നിലനിർത്താനുള്ള ഏറ്റവും വലിയ ബാധ്യത മുസ്ലിങ്ങൾക്കുണ്ട് എന്ന് പഠിപ്പിക്കുകയാണ് പഠിച്ചവൻ. അത് അവൻ്റെ വെള്ളം, അവൻ്റെ മണ്ണ്, അതെല്ലാം അതുപോലെ ശുചീകൃതമായി നിലനിൽക്കണമെന്ന്, അതിനെന്തെങ്കിലും തരത്തിലുള്ള മലിനീകരിക്കൽ എന്ന് പറയുന്ന ഒന്നും ഉണ്ടാവരുതെന്ന്, അങ്ങനെ ഉണ്ടാകുമ്പോൾ അയാൾ വിശ്വാസത്തിൻ്റെ പരിധിയെ ലംഘിക്കുന്നു എന്ന് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മളെ പഠിപ്പിച്ചു തരികയാണ്. ഈ ആയത്തുകളൊക്കെ ഞാൻ എന്താണ് പറയാൻ കാരണമെന്ന് സ്വാഭാവികമായി നിങ്ങൾ ആലോചിച്ചാൽ മതി. ഒരു മനുഷ്യൻ മാലിന്യ കുമ്പാരങ്ങളുടെ കൊടും കുഴിയിൽ കിടന്ന് 2-3 ദിവസങ്ങൾ നമ്മളെ ആകെയും എല്ലാ തരത്തിലുള്ള സമ്മർദ്ദത്തിൻ്റെയും മൂർധന്യാവസ്ഥയിലേക്ക് എത്തിച്ചൊടുക്കം തൻ്റെ മകൻ്റെ ഒരു വിളി കേൾക്കാൻ വേണ്ടി കാത്തിരുന്ന ഒരമ്മയെ നിരാശപ്പെടുത്തി, കേരളീയ സമൂഹത്തെ മുഴുവനും നിരാശപ്പെടുത്തി. അദ്ദേഹം മരിച്ചു പോകുമ്പോൾ
ഓരോ കേരളീയനും ഇങ്ങനെ ചിന്തിക്കേണ്ടിയിരിക്കുന്നു എന്ന് നമ്മുടെ കോടതികൾ പോലും വിധി പറഞ്ഞു. അതായത് ഓരോ മാലിന്യ കുമ്പാരങ്ങളിലേക്കും തൻ്റെ സംഭാവനകൾ അർപ്പിക്കുന്ന ഓരോ മലയാളിയും ആ ജോയി എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ്റെ മരണത്തിൻ്റെ കാരണക്കാരാണെന്ന് സൂചിപ്പിക്കുമ്പോഴാണ് ഈ ആയത്തുകളൊക്കെ നൽകുന്ന ഒരു വലിയ പ്രമേയത്തെക്കുറിച്ച് നമ്മളൊന്ന് പഠിക്കേണ്ടത്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയുന്നത് ആദ്യം ആയത്തിൽ പഠിപ്പിക്കുന്നത് ആരാധനയെക്കുറിച്ചാണ്. വദുഉ റബ്ബക്കും തളർറുഅൻ വഖുഫിയത്തൻ ഇന്നഹു ലാ യുഹിബ്ബുൽ മുഅ്തദീൻ എന്നാണ്. അള്ളാഹുവിനെ നിങ്ങൾ വിളിക്കുക എന്ന് പറഞ്ഞാൽ ആരാധിക്കുക എന്നാണ് ശരിക്കും അതിനർത്ഥം. ദഅ യദഉ എന്നതിന് പല അർത്ഥങ്ങളിലൊന്നാണ് ആരാധന. പല അർത്ഥങ്ങൾ എന്നത് നമ്മൾ ഈ വിഷയവുമായി ബന്ധപ്പെടുത്തി സൂചിപ്പിക്കേണ്ട കാര്യമല്ലെങ്കിലും ചില കാര്യങ്ങളൊക്കെ ആലോചിക്കാൻ നല്ലതാണ്. ഈ വിളിച്ചു പ്രാർത്ഥിക്കുക എന്ന് മാത്രമാണ് ഇതിന് അർത്ഥകൽപ്പന നടത്താവൂ എന്ന് ആരോ പഠിപ്പിച്ചത് ആരോ പറഞ്ഞുകൊണ്ടേയിരിക്കുമ്പോഴാണ്. അങ്ങനെയല്ല, മറിച്ച് ആരാധന നിർവഹിക്കുക എന്നു തന്നെയും അതിനർത്ഥമുണ്ടെന്ന് ഖുർആനിൻ്റെ അടിസ്ഥാനപരമായ അതിൻ്റെ സാന്ദർഭികമായ അതിൻ്റെ ആലോചനകൾ, അതിൻ്റെ കോണ്ടക്സ്റ്റലായ അതിൻ്റെ സന്ദർഭാനുസൃതമായി നിലനിൽക്കുന്ന അതിൻ്റെ ആലോചനകളിൽ നിന്ന് പഠിക്കാനാവും. ഇവിടെ അള്ളാഹു പറഞ്ഞത് അതാണ്, വദുഉ റബ്ബക്കും, നിങ്ങൾ അള്ളാഹുവിനെ ആരാധിക്കുക എന്നാണ്. ആരാധനയിൽ പ്രാർത്ഥനയുണ്ട്. ആരാധന നിശ്ചിതമായ ചില ക്രമങ്ങൾക്കനുസൃതമാണ്. ആ ക്രമങ്ങളാണ് നമസ്കാരം എന്ന് പറയുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ ഒരു കേവല വിളിച്ചു പ്രാർത്ഥനയല്ല, മറിച്ച് അതിന് കൃത്യവും നിയതവുമായ രൂപരേഖയുണ്ട്. അതായത് തക്ബീറത്തുൽ ഇഹ്റാമിൽ തുടങ്ങി സലാമിൽ അവസാനിച്ച് തീരുന്നതാണ്. അതിന് ചില പ്രത്യേകമായ രൂപം അള്ളാഹു അവൻ്റെ ദീൻ നമുക്ക് പഠിപ്പിച്ചു തന്നു. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ പറഞ്ഞു, സല്ലു കമാ റഅയ്തുമുനി ഉസല്ലി എന്നാണ്. ഞാൻ എങ്ങനെയാണ് നമസ്കരിച്ചത് അതുപോലെ നമസ്കരിക്കണം. ഞാൻ എങ്ങനെയാണ് നമസ്കാരം നിർവഹിച്ചത് അതെന്തെല്ലാം ഉണ്ടോ അതെല്ലാം ഞാൻ തക്ബീറത്തുൽ ഇഹ്റാമിൽ തുടങ്ങുകയും സലാമിൽ അവസാനിപ്പിക്കുകയും ചെയ്തു എന്ന് പറയുന്നതിനെ അങ്ങനെ കാണണം. അപ്പോൾ അതിലുണ്ടാകുന്ന എല്ലാം, ഫാത്തിഹ ആകട്ടെ, സൂറത്തുകളാകട്ടെ, അതിൻ്റെ സ്വഭാവമാകട്ടെ, റുക്കു ആകട്ടെ, സുജൂദാകട്ടെ, എല്ലാത്തിനെയും അങ്ങനെ കാണും. അപ്പോൾ ഈ പദത്തിൻ്റെ അർത്ഥത്തിനെ അങ്ങനെ ഒരു കേവലം ഭാഷാർത്ഥം വെക്കാൻ കഴിയില്ല എന്ന് ഞാൻ സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ്. എൻ്റെ വിഷയം അവിടെ അല്ലാത്തത് കൊണ്ടാണ് ഞാൻ സാന്ദർഭികം എന്ന് പറയാൻ കാരണം. സന്ദർഭങ്ങളെ അറിയണം എന്നതുകൂടിയാണ് സാന്ദർഭികം. അപ്പോൾ ഖുർആനിലെ ചില സന്ദർഭങ്ങൾ അനുസരിച്ചാണ് ഒരായത്തിൻ്റെ അർത്ഥവും വെക്കേണ്ടത്. അങ്ങനെയാണ് പണ്ഡിതന്മാർ, മഹാന്മാരായ ഖുർആൻ വ്യാഖ്യാതാക്കൾ അതിനൊക്കെ ഒരുപാട് വലിയ അർത്ഥത്തിലുള്ള ഒരു വലിയ വൈജ്ഞാനികമായിട്ടുള്ള ഒരു വിശേഷം അതിനകത്തുണ്ട് എന്ന് നമ്മളെ പഠിപ്പിച്ചു തരുന്നത്. അതുകൊണ്ടാണ് ഉലൂമുൽ ഖുർആൻ സംബന്ധമായിട്ടുള്ള ഒരു വൈജ്ഞാനികമായിട്ടുള്ള ഒരു സംവിധാനം, അത്തരമൊരു ഖുർആൻ പഠനശാസ്ത്രം, അതിൻ്റെ വ്യാഖ്യാനശാസ്ത്രം എന്ന് പറയുന്ന ഒന്നുണ്ട് എന്നുകൂടി ഞാൻ ബോധ്യപ്പെടുത്തുകയാണ്. അപ്പോൾ അവിടെ പറഞ്ഞു വെക്കുന്നത് ഉദുഉ റബ്ബക്കും തളർറുഅൻ വഖുഫിയത്തൻ, നിങ്ങൾ അള്ളാഹുവിനെ വളരെ വിനയാന്വിതമായി, എന്നാൽ അങ്ങനെ ആളുകളെ കേൾപ്പിക്കുന്ന വിധത്തിലുള്ള ഒരു ഭീകരമായ ശബ്ദഘോഷവുമായിരിക്കരുത് പരിശുദ്ധ ഇസ്ലാമിൻ്റെ പ്രാർത്ഥനകൾ. അങ്ങനെ നിങ്ങളുടെ ശരീരത്തെ പോലും തൃണവൽഗണിക്കുന്ന രീതിയിലുള്ള വല്ലാത്ത തക്ബീർ വിളിച്ചോ വലിയ ബഹളം വെച്ചോ ഉണ്ടാക്കുന്ന പ്രാർത്ഥനകളല്ല. അതുകൊണ്ടാണ് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ആവേശഭരിതരായ സ്വഹാബാക്കൾ അങ്ങനെ വലിയ തക്ബീർ ഉച്ചത്തിൽ വിളിച്ചപ്പോൾ അള്ളാഹുവിൻ്റെ റസൂല് പറയുന്നുണ്ട്, നിങ്ങളുടെ പടച്ചവൻ എങ്ങനെ ഒരു അന്ധനോ ബധിരനോ ഒന്നുമല്ല, അസമ്മല്ല എന്ന് പറഞ്ഞാൽ ബധിരനല്ല. അങ്ങനെ ആ രീതിയിൽ നിങ്ങൾ അങ്ങനെ വിളിച്ച് പറയേണ്ടതില്ല എന്ന് പടച്ച റബ്ബിനെ കുറിച്ച് അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് അള്ളാഹുവിൻ്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കും. അതുകൊണ്ടാണ് അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് പറയുന്നതും ഇന്നഹു ലാ യുഹിബ്ബുൽ മുഅ്തദീൻ, അള്ളാഹു അങ്ങനെ എന്തിനേയും അതിക്രമിക്കുക, അത് മതത്തിൻ്റെ കാര്യത്തിലായാലും അള്ളാഹു നിശ്ചയിച്ചു തന്നിട്ടുള്ള അതിൻ്റെ ഒരു കൃത്യമായ ഒരു സമാധാനപരമായ ശൈലിക്കപ്പുറത്തേക്ക് മതത്തെയും അന്താളിപ്പോടെ കാണുന്നുണ്ടെങ്കിൽ അതും അതിക്രമാണ്. മതത്തെ അന്താളിപ്പോടെ കാണുക, മതം ഒരു തരം ഭ്രാന്തൻ ഭ്രമമായി മാറുക. ഇത്ര കൃത്യമായി മറ്റേതെങ്കിലും മതം പറഞ്ഞു എന്ന് ഞാൻ ആലോചിച്ചു പോകാൻ. മതത്തെ ഒരു ഭ്രാന്തൻ ഭ്രമമാക്കി മാറ്റുക, അങ്ങനെ പറയുന്നതിനെയും കൂടിയാണ് അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് അവിടെ തടഞ്ഞിട്ട് പറഞ്ഞത്, ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ മുഅ്തദീൻ. അള്ളാഹു അങ്ങനെ അത്തരത്തിൽ അതിക്രമകാരികളായിട്ടുള്ള ആളുകളെ ഇഷ്ടപ്പെടുന്നില്ല എന്ന് പടച്ച റബ്ബ് പറയാണ്. എന്നിട്ട് പടച്ച റബ്ബ് പറയാണ്, വലാ തുഫ്സിദു ഫിൽ അർളി ബഅദ ഇസ്ലാഹിഹാ, ഭൂമി അതിൻ്റെ ഇസ്ലാഹ്,
അതിൻ്റെ എല്ലാത്തരം നന്മകളും. ഭൂമി പുഷ്പിക്കും, ഭൂമി അതിൻ്റെ സൽഫലങ്ങൾ പുറപ്പെടുവിപ്പിക്കും, അതിൻ്റെ വസന്തത്തിൻ്റെ ഉത്സവകാലം വരും. ആ സമയങ്ങളിലൊക്കെ ഉണ്ടാകുന്ന അതിൻ്റെ മനോഹാരിതയെ നശിപ്പിക്കാൻ ശ്രമിച്ചാൽ ലാ തുഫ്സിദു ഫിൽ അർളി ബഅദ ഇസ്ലാഹിഹ. അള്ളാഹു ചിലർത്ത് പറഞ്ഞു, ഇങ്ങനെ കൂടി പറഞ്ഞു, അത് സത്യനിഷേധിയുടേതല്ല, അത് സത്യവിശ്വാസിയുടേതല്ല, അത് സത്യനിഷേധിയുടേതെന്ന് മാത്രമല്ല കപടവിശ്വാസിയുടെ ലക്ഷണമാണ് എന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു തരുന്നു. നബിയോട് തന്നെ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് പറയുന്നത് കാണാം. അതായത് ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുന്നവർ, ഭൂമിയിൽ പ്രജനനിയെ നശിപ്പിച്ചു കളയുന്നവർ, ദ പ്രോജനി എന്ന് പറയാൻ പറ്റുന്ന, അതായത് മനുഷ്യജന്മങ്ങളാകട്ടെ അല്ലെങ്കിൽ മറ്റു വർഗങ്ങളുടെ ജന്മങ്ങളാകട്ടെ, ആ ജന്മങ്ങളെ നശിപ്പിച്ചു കളയുന്നവർ, സസ്യലതാദികളെ വെട്ടി നശിപ്പിച്ചു കളയുന്നവർ, അവരെല്ലാവരും വിശ്വാസികളല്ലെന്ന് മാത്രമല്ല അവർ അള്ളാഹുവിനോട് ചെയ്യുന്ന ഒരു യുദ്ധം എന്നാണ് പരിശുദ്ധ ഖുർആൻ അതിനെ പഠിപ്പിച്ചത്. അതാണ് ഇവിടെയും പറഞ്ഞു തരുന്നത്, ബഅദ ഇസ്ലാഹിഹ, ഭൂമിക്ക് അതിൻ്റെ നന്മകളെല്ലാം ഉണ്ടായതിനു ശേഷം അതിനെ നശിപ്പിക്കുക. ഇന്ന റഹ്മത്തല്ലാഹി ഖരീബും മിനൽ മുഫ്സിദീൻ, ഇന്ന റഹ്മത്തല്ലാഹി ഖരീബും മിനൽ മുഹ്സിനീൻ, അള്ളാഹുവിൻ്റെ റഹ്മത്ത് ഖരീബും മിനൽ മുഹ്സിനീൻ, മനുഷ്യർക്ക് ഉപകാരം ചെയ്യാൻ കഴിയുന്ന വിധം പ്രവർത്തിക്കുന്നവർക്കാണ് അള്ളാഹുവിൻ്റെ കാരുണ്യമുണ്ടാകുന്നത് എന്ന് അള്ളാഹു പഠിപ്പിക്കുന്നു. അവിടെ പരിശുദ്ധ ഖുർആനിൻ്റെ ഈ വ്യാഖ്യാനം നടത്തുമ്പോൾ മഹാന്മാരായ പണ്ഡിതന്മാർ, ഇമാം ഖുർത്തുബി തൻ്റെ തഫ്സീറിൽ പറയുന്നത്, ചില മഹാന്മാരായ മുഫസ്സിറുകളെ ഉദ്ധരിച്ചുകൊണ്ട് തന്നെ പറയുന്നത് കാണാം, എല്ലാത്തരം ഫസാദിനെയും എല്ലാത്തരം കുഴപ്പങ്ങളെയും അള്ളാഹു നിഷേധിക്കാണ്. അന്നഹു സുബ്ഹാനഹു വതആല നഹാ അൻ കുല്ലി ഫസാദിൻ ഖല്ല ഔ കസുറ ബഅദ സ്വലാഹിൻ ഖല്ല ഔ കസുറ. ചെറിയ ഫസാദായാലും വലിയ ഫസാദായാലും, ചെറിയ അർത്ഥത്തിൽ ഭൂമിക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഒരു നന്മയുണ്ടാകുമ്പോൾ അല്ലെങ്കിൽ അതിനേക്കാൾ വലിയ നന്മയുണ്ടായാലും, എന്തർത്ഥത്തിലാണെങ്കിലും അതിന് ഊനം തട്ടുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ എന്തു ചെയ്യുന്നുവോ അതെല്ലാം അള്ളാഹു ഒറ്റയടിക്ക് നിഷേധിക്കുന്നു, അതിനെല്ലാം അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നിരോധിക്കുന്നു. എന്നിട്ട് മഹാനായ അല്ലഹാഖ് എന്ന മഹാനായ മുഫസ്സിർ പറയുന്നു, മഅനാഹു ലാ തുഅബ്ബിറുൽ മാ അൽ മഈൻ, ശുദ്ധജലം നശിപ്പിക്കാതിരിക്കണം എന്നാണ് അതിൻ്റെ ഒരർത്ഥം. ശുദ്ധജലം മലിനമാക്കാതിരിക്കണം. നിങ്ങൾ കെട്ടിക്കിടക്കുന്ന ശുദ്ധജലത്തിലേക്ക് മൂത്രമൊഴിക്കരുതേ എന്ന് പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. ശുദ്ധജലം അതങ്ങനെ സ്റ്റാഗ്നേറ്റ് ചെയ്യപ്പെടാൻ പോലും പറ്റാത്ത വിധം അങ്ങനെ അതിനെ തടഞ്ഞു നിർത്തരുതെന്നാണ് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. കാരണം അത് അശുദ്ധമാവും. പ്രത്യേകിച്ചും അതിൽ നിങ്ങൾ കുളിക്കുകയോ അല്ലെങ്കിൽ അതുപോലെ തന്നെ വുളൂ ചെയ്യുകയോ ചെയ്യുന്നതോടൊപ്പം തന്നെ അതിൽ മൂത്രമൊഴിക്കുകയും ചെയ്തുകൊണ്ട് അതിനെ മലിനപ്പെടുത്തുന്ന നിങ്ങളുടെ ശുചീകരണ പ്രക്രിയകൾ അതിലൂടെ നടത്തുമ്പോൾ ആ കെട്ടിക്കിടക്കുന്ന വെള്ളം വീണ്ടും മലിനീകരിക്കപ്പെടുന്നു എന്ന് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാൻ. അതാണ് ഇവിടെ മഹാനായ മുഫസ്സിർ, മഹാനായ ഖുർആൻ വ്യാഖ്യാതാവ് വിശദീകരിച്ച് പറഞ്ഞത്. ഇവിടെ ഈ ആയത്തിൻ്റെ അർത്ഥം ലാ തുഅബ്ബിറുൽ മാ അൽ മഈൻ, ശുദ്ധജലം മലിനമാക്കാതിരിക്കണം എന്നാണ് അതിനർത്ഥം. വലാ തഖ്തഉ ശജറൽ മുസ്മിറ ളിറാറൻ, മനുഷ്യ സമൂഹത്തിന് ഉപദ്രവകരമാകുന്ന വിധം പുഷ്പിച്ചു നിൽക്കുന്ന മരങ്ങൾ വെട്ടിക്കളയരുതെന്നാണ് അതിനർത്ഥം. അപ്പം രണ്ട് കാര്യമാണ്. ഒന്ന്, രണ്ടു തരത്തിൽ. ഒന്ന്, ഒരു ഭാഗത്ത് ഈ ഭൂമിയെ നിരന്തരമായി ജീവിപ്പിക്കാൻ ആവശ്യമാകുന്ന തരം സസ്യലതാദികൾ നിലനിൽക്കണമെന്ന് പഠിപ്പിക്കുന്നതോടൊപ്പം തന്നെ ഈ ഭൂമിയുടെ ഏറ്റവും ആവശ്യമായിട്ടുള്ള അതിൻ്റെ ശുദ്ധജല പ്രക്രിയയെ നശിപ്പിച്ചു കളയുന്ന തരത്തിലുള്ള ഏതു പ്രവർത്തനത്തെയും അതിക്രമം, അത് സമൂഹത്തോടുള്ള അതിക്രമമായി അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് കാണുന്നു. അപ്പോൾ അതിനേറ്റവും കൂടുതൽ അർഹരായ വിഭാഗത്തെക്കുറിച്ച് നമ്മൾ പറയണം. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്, ഒരു പള്ളിയെക്കുറിച്ച്, അതായത് മസ്ജിദുൻ നബവിയിൽ ഇരിക്കുന്ന ആളുകളെക്കുറിച്ച് പറഞ്ഞപ്പോൾ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് പറഞ്ഞു, ആ വിഭാഗത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അവർ യുഹിബ്ബൂന യതതഹറൂന, അവർക്ക് ശുദ്ധീകരണ പ്രക്രിയ വല്ലാതെ ഇഷ്ടപ്പെടുന്ന ആളുകളാണ് എന്ന് പരിശുദ്ധ ഖുർആൻ തന്നെ പഠിപ്പിച്ചു. ലാ തഖും ഫീഹി അബദൻ
ലാ തഖും ഫീഹി അബദൻ ലമസ്ജിദുൻ ഉസ്സിസ അല തഖ്വ മിൻ അവ്വലി യൗമിൻ അഹഖു അൻ തഖൂമ ഫീഹി. രണ്ട് മസ്ജിദുകളെ കുറിച്ചാണ്. മദീനയിൽ മസ്ജിദുൻ നബവിയുടെ ഒപ്പം തന്നെ പരിശുദ്ധ ഇസ്ലാമിക സമൂഹത്തെ മറ്റൊരർത്ഥത്തിൽ ഉപദ്രവിക്കാൻ വേണ്ടിയും വിഘടനമുണ്ടാക്കാൻ വേണ്ടിയും ഒരു മസ്ജിദ് ഉണ്ടാക്കി. ആ മസ്ജിദിൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നമസ്കാരം നടത്തിയിട്ട് ഉദ്ഘാടനം നിർവഹിക്കണമെന്ന് അവിടെയുള്ള ആളുകൾ പറഞ്ഞ നേരത്ത് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിശുദ്ധ ഖുർആൻ പറഞ്ഞതാണ്, നബിയെ ആ പള്ളിയിലേക്ക് പോകണ്ട. മസ്ജിദുൽ ളിറാർ എന്നാണ് അതിന് വിളിക്കപ്പെട്ടത്. മസ്ജിദുൽ ളിറാർ. ആ പള്ളി ഉണ്ടാക്കുന്നതുമായി ബന്ധപ്പെട്ട് അവർ പറഞ്ഞ ചില കാരണങ്ങളൊക്കെ ഉണ്ട്. അവർ പറഞ്ഞത് ആ മസ്ജിദുമായി ബന്ധപ്പെടുത്തിയിട്ട് ഞങ്ങൾ ചില ദാനധർമ്മങ്ങൾ, ചാരിറ്റി പ്രവർത്തനങ്ങളൊക്കെ നടത്താൻ വേണ്ടിയാണ് എന്നൊക്കെയാണ് അവർ സൂചിപ്പിച്ചത്. പക്ഷെ പരിശുദ്ധ ഖുർആൻ പറഞ്ഞു ലാ തഖും ഫീഹി അബദൻ, അവിടെ പോകണ്ട. എന്തുകൊണ്ട് അവിടെ പോകേണ്ടതില്ല? അവിടുത്തെ ഉദ്ദേശം അതല്ല. ഏതാണ് പിന്നെ ഉദ്ദേശം? സുതാര്യമായതും നന്നായതും എന്ന് പറയുന്നിടത്ത് അള്ളാഹു പറഞ്ഞു ല മസ്ജിദുൻ ഉസ്സിസ അല തഖ്വ. തഖ്വ കൊണ്ട് സ്ഥാപിതമായിട്ടുള്ള ഒരു പള്ളിയുണ്ട്. ഏതാ പള്ളി? ആ പള്ളി മസ്ജിദുൻ നബവിയാണ്. മസ്ജിദുൻ നബവിയുടെ അവിടെയാണ് നമസ്കരിക്കാൻ നിൽക്കേണ്ടത് എന്ന് പറഞ്ഞിട്ടാണ് ഖുർആൻ പറഞ്ഞത്. അവിടെ ഒരു പറ്റം ആളുകൾ എപ്പോഴും ഉണ്ടാകും. റിജാലുൻ യുഹിബ്ബൂന യതതഹറു, അവർ ശുദ്ധീകരിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് എന്നാണ്. എല്ലാം അവരുടെ ശാരീരിക ശുദ്ധി പ്രധാനമാണ്, മനോശുദ്ധി പ്രധാനമാണ്. നമുക്ക് മനോശുദ്ധിയും ശാരീരികമായത് വ്യക്തിപരമായ ശുചീകരണ പ്രക്രിയയിൽ നമ്മൾ പലപ്പോഴും കേരളീയരെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ചും നമ്മൾ വളരെ കൃത്യമായ ജാഗ്രതയുള്ളവരാണ്. പക്ഷേ നമ്മൾ മതിയെന്ന് ചിന്തിക്കുന്നവരാണ്. ഞാൻ മതി. അപ്പോഴോ ഞാൻ മതി എന്ന് പറയുമ്പോൾ തന്നെ എൻ്റെ പരിസരം എന്നത് എന്നെയും കൂടി ബാധിക്കുന്ന, എന്നെയും കൂടി കൊല്ലുന്ന, എന്നെ കൂടി പിന്നെ അവസാനം അപകടത്തിലേക്കാക്കുന്ന തരത്തിലുള്ള അത്തരം മാലിന്യ കുമ്പാരങ്ങളുടെ ഭീകരാവസ്ഥയിൽ നിന്നുണ്ടായിത്തീരുന്ന വിഷം അത് എന്നെ തന്നെയും കൊന്നുകളയുമെന്ന ബോധമില്ലാതെയാണ് പലപ്പോഴും നമ്മൾ നിലനിൽക്കുന്നത്. പക്ഷെ ഇവിടെ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് പറയുന്നു, എല്ലാത്തരം ശുദ്ധിയെയും ഇഷ്ടപ്പെടുന്ന കുറേ മനുഷ്യർ. അതൊരു സംസ്കാരമാണ്. ഇറ്റ്സ് എ കൾച്ചർ, സിവിലൈസേഷൻ. അതൊരു സംസ്കാരം, ഒരു നാഗരികതയാണ്. അതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞത് യുഹിബ്ബൂന യതതഹറു, അവരങ്ങനെ ശുചിയാവാൻ ആഗ്രഹിക്കുന്നു എന്ന് മാത്രമല്ല, അല്ലാഹു യുഹിബ്ബുൽ മുതതഹിരീൻ വല്ലാഹു യുഹിബ്ബുൽ മുത്തഹിരീൻ എന്നാണ് ഖുർആൻ. മുത്തഹിരീൻ, മുതതഹിരീൻ എന്ന പദത്തെ മറ്റൊരർത്ഥത്തിൽ പറഞ്ഞതാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അങ്ങനെ സ്വയം ശുചീകരണ പ്രക്രിയയിൽ ഇഷ്ടപ്പെടുന്ന ആളുകളെ കൂടുതൽ ഇഷ്ടപ്പെടുന്നവനാകുന്നു എന്ന് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയും. അപ്പോൾ അവിടെ നമ്മൾ കാണുന്നത് ഈ ഇത്തരം വൃത്തിയെ, ഏതർത്ഥത്തിലുള്ള വൃത്തിയെയും ഇഷ്ടപ്പെടുകയും അത് തൻ്റെ ജീവിത സംസ്കാരമാക്കുകയും ചെയ്യുക എന്നത് ഒരു മുസ്ലിമിൻ്റെ ഐഡൻറ്റിറ്റി ആകുന്നു എന്നാണ് പരിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിച്ചു തരുന്നത്. നോക്കൂ നിങ്ങൾ, ത്വഹാറത്ത് ശുചീകരണ പ്രക്രിയയുമായി ബന്ധപ്പെട്ട എല്ലാമാണ്. നമ്മൾ വുളൂ ചെയ്യുന്ന അബല്യൂഷൻ, അതിനുവേണ്ടി കളയുന്ന വെള്ളത്തെക്കുറിച്ച് പോലും കണക്ക് പറയണമെന്ന് പഠിപ്പിച്ച ദീനാണ് ഈ ദീൻ. അതിനുവേണ്ടി കളയുന്ന വെള്ളം, നിങ്ങൾ പുഴയിലിറങ്ങി നിന്നിട്ട് വുളൂ എടുത്താലും നിങ്ങൾ 3 വട്ടത്തിൽ കൂടുതൽ വുളൂ എടുക്കരുതേ എന്ന് പഠിപ്പിച്ച മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. കാരണം ജലം അത്രമേൽ അമൃതാണ്, ജലം അത്രമേൽ അമൂല്യമാണ്. ജലം മനുഷ്യജീവിതത്തിൻ്റെ എന്നല്ല, ഈ ഭൂമിയുടെ തന്നെ ജീവന്റെ ആധാരശിലയാണ്. എല്ലാ വസ്തുക്കളെയും നാം സൃഷ്ടിച്ചിരിക്കുന്നത് വെള്ളത്തിൽ നിന്നാകുന്നു എന്ന് പഠിപ്പിക്കുന്നുണ്ട് പരിശുദ്ധ ഖുർആൻ. വജഅൽനാ മിനൽ മാഇ കുല്ല ശൈഇൻ ഹയ്യ്, നാം എല്ലാ വസ്തുക്കളെയും വഖലഖ്നാ മിനൽ മാഇ കുല്ല ശൈഇൻ ഹയ്യ്, എല്ലാ വസ്തുക്കളെയും നാം സൃഷ്ടിച്ചത്, എല്ലാ ജീവനുള്ള വസ്തുക്കളെയും സൃഷ്ടിച്ചത് വെള്ളത്തിൽ നിന്നാണ്. വെള്ളം എന്നതിന് ഒരുപാട് ആന്തരികമായ മറ്റു പല അർത്ഥതലങ്ങളിലേക്ക് പോകേണ്ടി വരും. ഞാനതിപ്പോൾ വിശദീകരിക്കുന്നില്ല. മാ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ കാണുന്നതിനെ മാത്രം അർത്ഥമാക്കേണ്ടതില്ല. പക്ഷേ പരിശുദ്ധ ഖുർആൻ ആ പറയുന്നതിൻ്റെ അർത്ഥം ഈ ഭൂമിയുടെ ജീവന്റെ ആധാരം എന്താണ്? വെള്ളമാണ്. അതുകൊണ്ടാണ് പരിസര ശുചീകരണം, മസ്ജിദിന്റെ ശുചീകരണത്തെ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വലിയ കാര്യമായി കണ്ടു. നിങ്ങൾ ആലോചിക്കൂ, ഈ ഭൂമിയെ മസ്ജിദായി പറഞ്ഞയാളാണ് മുഹമ്മദ് മുസ്തഫ. എൻ്റെ സമുദായത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്
ഭൂമി അവർക്ക് എവിടെയും നമസ്കരിക്കാൻ പറ്റുന്ന തരത്തിൽ അങ്ങനെയുള്ള മസ്ജിദാണ് എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. വജുഇലത്തിൽ അർളു കുല്ലുഹാ മസ്ജിദൻ, ഭൂമി എല്ലാം മസ്ജിദാക്കപ്പെട്ടു. അപ്പോൾ മസ്ജിദായാലോ മസ്ജിദിനൊരു സീനത്തുണ്ടാകണം, അതിൻ്റെ ഭംഗിയും അതിൻ്റെ സൗന്ദര്യവും നിലനിൽക്കണം. അപ്പോൾ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഈ ഭൂമിയിലെ ഏതു മണ്ണും പള്ളി പോലെ പരിപാവനമാകണമെന്നർത്ഥം. പള്ളി പോലെ പരിപാവനമാകണം, മസ്ജിദ് പോലെ പരിപാവനമാകണം. മസ്ജിദിൻ്റെ പരിസരത്തെ വൃത്തിയാക്കുന്ന, നിരന്തരമായി അതിനെ ശുചീകരിക്കുന്ന ഒരു സ്ത്രീ മരിക്കുമ്പോൾ അവരെക്കുറിച്ച് വേവത് പൂണ്ടയാളാണ് മുഹമ്മദ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അങ്ങനെ അള്ളാഹുവിൻ്റെ പ്രവാചകൻ ചോദിച്ച കാര്യങ്ങൾ ഹദീസിലൊക്കെ കാണാൻ സാധിക്കും. അതായത് ഉമ്മു മിഹ്ജൻ എന്ന് പറയുന്ന ഒരു സഹോദരി, അവർ പള്ളി വൃത്തിയാക്കും, പരിസരങ്ങൾ ശുദ്ധീകരിക്കും, അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരുന്നയാളാണ്. അവരെക്കുറിച്ച് സാധാരണ അങ്ങനെയാണല്ലോ, ഈ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആളുകളെ ഏറ്റവും താഴ്ന്ന വിഭാഗം എന്നൊക്കെ ഒരു വല്ലാത്ത മൗഢ്യമായ വരേണ്യഭാവം നമ്മുടെയൊക്കെ ഇടയിൽ സ്വയമേവ വന്നുപോയ ഒന്നാണ്. അവരൊക്കെ മോശക്കാരാണ്. നിങ്ങളൊരു കാര്യം ആലോചിക്കൂ, കേരളം ഒറ്റയടിക്ക് സല്യൂട്ട് ചെയ്തത് ആ ടീമിനെയാണ് എന്ന് പറഞ്ഞാൽ ആ മാലിന്യ കൂമ്പാരത്തിൽ ഇറങ്ങി നിൽക്കാനുള്ള മനസ്സു കാണിച്ചിട്ട് തങ്ങളുടെ സഹോദര ജീവനെ രക്ഷപ്പെടുത്താൻ വേണ്ടി അത്തരമൊരു മാലിന്യ കൂമ്പാരത്തിലേക്ക് ഓർത്താൽ പോലും ഛർദ്ദൽ മുട്ടുന്ന മാലിന്യങ്ങൾക്കിടയിൽ ചെന്ന് നിന്ന് മണിക്കൂറുകൾ, ദിവസങ്ങൾ പരിശ്രമിച്ച് അവസാനം ഒടുക്കം ആ സഹോദരൻ്റെ മൃതശരീരം എടുക്കാൻ വേണ്ടി കിണഞ്ഞു ശ്രമിച്ച മനുഷ്യരുടെ മുമ്പിലല്ലാതെ മറ്റാരുടെ മുമ്പിലാണ് കേരളീയ ജനത സല്യൂട്ട് ചെയ്യേണ്ടത്? അപ്പോൾ മനുഷ്യന് അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. നമ്മൾ ഈ സാധാരണ പറയാറുണ്ടല്ലോ, തോട്ടിപ്പണി എന്നൊക്കെ പറയുന്നത് വളരെ മോശം പണിയാണ്. ഗാന്ധിജി അതിനെ ഇല്ലാതാക്കാൻ വേണ്ടി താനൊരു സ്വയം തോട്ടിപ്പണി ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ കക്കൂസ്, അദ്ദേഹത്തിൻ്റെ ശുചിമുറി അദ്ദേഹം തന്നെ സ്വയം വൃത്തിയാക്കിയിരുന്നു എന്നാണ്. ഇതുപോലെ മസ്ജിദുൻ നബവിയുമായി ബന്ധപ്പെട്ട ശുചീകരണ കാര്യങ്ങളിൽ ശ്രദ്ധിച്ചിരുന്ന ഒരു സഹോദരി മരിക്കുമ്പോൾ, ഉമ്മു മെഹിജൻ മരിക്കുമ്പോൾ പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അത് അറിഞ്ഞില്ല. അറിയാതിരിക്കാൻ ഒരു കാരണം ഹദീസുമായി ബന്ധപ്പെട്ടുകൊണ്ട് മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നു, ഫകഅന്നഹും സഗറു അംറഹ എന്നാണ്. അതാണ് ഫകഅന്നഹും സഗറു അംറഹ. അവരുടെ കാര്യം അത്ര വലിയൊരു കാര്യമായിട്ട് എടുക്കേണ്ടതുണ്ടോ എന്ന് സ്വഹാബാക്കൾ തന്നെയും ആലോചിച്ചു പോയി. അവരൊരു തൂപ്പുകാരി പെണ്ണല്ലേ എന്ന് അവരത്രമേൽ ഗൗനിക്കേണ്ടതുണ്ടോ എന്നായിരുന്നു അവരുടെ ഇടയിലെ ചർച്ച. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇശാ നമസ്കാരാനന്തരം കിടന്നുറങ്ങിയപ്പോൾ ആ ഉറങ്ങിപ്പോയ അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ എഴുന്നേൽപ്പിക്കാതിരിക്കാൻ അവർ ശ്രദ്ധിച്ചു. പിറ്റേ ദിവസം ഒരു പുതിയ ഖബർ കണ്ടപ്പോൾ റസൂലുള്ളാഹി ചോദിച്ചു. എന്നിട്ട് അള്ളാഹുവിൻ്റെ റസൂൽ ദേഷ്യം പിടിച്ച് ചോദിച്ചു, അഫല ആദൻതുമൂനി, നിങ്ങൾക്ക് എന്നെ ഒന്ന് വിളിക്കാമായിരുന്നില്ലേ? എന്നെ ഒന്ന് അറിയിക്കാമായിരുന്നില്ലേ? ഉമ്മു മെഹിജൻ മരിച്ചു എന്ന വിവരം എന്നെ അറിയിക്കാമായിരുന്നില്ലേ? അപ്പോൾ സ്വഹാബാക്കൾ പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂലെ, ഇശാ നമസ്കാരാനന്തരമാണ് അത് സംഭവിച്ചത്. അങ്ങ് ഉറങ്ങിക്കാണുമെന്ന് വന്നപ്പോൾ അങ്ങയുടെ നിദ്രയെ ശല്യം ചെയ്യാതിരിക്കാൻ വേണ്ടി ഞങ്ങൾ അത് ചെയ്യാതെ അങ്ങനെ ഖബറടക്കം ചെയ്തതാണ് എന്ന് പറയുമ്പോൾ അവരുടെ ഖബറിൻ്റെ മുമ്പിൽ ചെന്നു നിന്ന് നമസ്കരിച്ചു അള്ളാഹുവിൻ്റെ റസൂൽ. എന്നിട്ട് അവർക്ക് വേണ്ടി ദുആയിരുന്നു. ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഖബറിൻ്റെ മുമ്പിൽ നിന്ന് നമസ്കരിക്കാം എന്ന തെളിവ് ഇസ്ലാമിക കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ എടുക്കുന്നത് പോലും ഈ ഹദീസുമായി ബന്ധപ്പെടുത്തിയാണ്. അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ചെന്ന് നിന്ന് ദുആ ചെയ്തു. അപ്പോൾ മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നുണ്ട്, ആ ഹദീസ് ഇങ്ങനെയാണ്, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ ചെന്ന് ദ്വാരക്കുന്നതും അവിടെ അത് ചോദിക്കുന്നതുമൊക്കെയായി ബന്ധപ്പെട്ടുകൊണ്ട് അള്ളാഹുവിൻ്റെ പ്രവാചകനെ കുറിച്ച് പറയുന്ന ഹദീസ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, അന്ന റജുലൻ അസ്വദ് അവ ഇംറഅത്തുൻ സൗദാ. രണ്ടഭിപ്രായമുണ്ട്. ഒന്ന് ഒരു കറുത്ത മനുഷ്യനെന്നും, അതായത് ഒരു പുരുഷനെന്നും, അതല്ല ഒരു കറുത്ത സ്ത്രീ എന്നും. പക്ഷേ ഏറ്റവും കൂടുതലുള്ള റിപ്പോർട്ടുകൾ അടിസ്ഥാനപ്പെടുത്തി നോക്കിയാൽ ഉമ്മു മെഹിജൻ എന്ന് പറയുന്ന സഹോദരിയാകുന്നു എന്നർത്ഥം അങ്ങനെ മനസ്സിലാക്കാനാവും. ഏതായാലും അവർ കാന യഖുമുൽ മസ്ജിദ് ഫമാത. ആ ഹദീസ് പുല്ലിംഗ പ്രയോഗമായി വരുന്നത് തന്നെയും
അതൊരു പുരുഷനാണ് എന്ന ബോധ്യത്തോടു കൂടെയാണ്. അവിടെ അവരങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പള്ളിയുടെ പരിസരം ശുചീകരിക്കുന്ന, അതിനെ ശുദ്ധീകരിക്കുന്ന, വൃത്തിയാക്കുന്ന ഒരാളായിരുന്നു. അവർ മരിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ഫഖാലു ഫമാത. അപ്പോൾ റസൂലുള്ളാഹിയോട് സ്വഹാബാക്കൾ പറഞ്ഞു, അവർ മരിച്ചുപോയി എന്ന്. ഖാല അഫലാ കുന്തും ആദൻതുമൂനി, നിങ്ങൾക്ക് എന്നോടൊന്ന് പറഞ്ഞുകൂടായിരുന്നോ? അദ്ദേഹത്തിൻ്റെ മരണാനന്തര ശുശ്രൂഷകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് കാര്യങ്ങൾ ചെയ്യാൻ ഞാൻ പങ്കാളിയാകുമായിരുന്നില്ലേ? എന്തൊരു വിനയാണ്, എന്തൊരു ഉത്തരവാദിത്താണ്. താൻ എപ്പോഴും കാണുന്ന ഒരാളെ കാണാതെ പോകുമ്പോൾ അയാളെക്കുറിച്ച് ആലോചിക്കുകയും അന്വേഷിക്കുകയും ചെയ്യുന്നത്. ഒരുപക്ഷെ ഏറ്റവും ഉയർന്നു നിൽക്കുന്ന ഒരു വലിയ സ്ഥാനം എന്ന് മദീനയുടെ ഭരണ സംവിധാനത്തിൻ്റെ ഒരു ഹൈറാർക്കി നോക്കിയാൽ അതിനേക്കാൾ വലിയൊരാളില്ലല്ലോ. അങ്ങനെ ഒരാളെ ഏറ്റവും താഴെയുള്ള ഒരു മനുഷ്യൻ്റെ ജീവിതത്തെക്കുറിച്ച് ആലോചിക്കുകയും അന്വേഷിക്കുകയും ചെയ്യുന്നു എന്നത് വലിയ മാതൃകയാണ്. എല്ലാം കഴിഞ്ഞ്, വെടിവട്ടമെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് സംസ്ഥാനത്തിൻ്റെ മുഖ്യ ഭരണാധികാരി അത് സംബന്ധിച്ച് ആലോചിക്കാൻ വേണ്ടി പോലും മെനക്കെടുന്നത്. അവിടെയാണ് ഈ സംഭവം അറിയാത്തതിൻ്റെ പേരിൽ സ്വഹാബാക്കളോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദേഷ്യപ്പെടുന്നത്. അഫലാ ആദൻതുമൂനി, എന്നോട് പറഞ്ഞില്ലേ നിങ്ങൾ? ഞാനൊന്നും അറിയേണ്ട ആളായിരുന്നല്ലോ. അതിനെക്കുറിച്ച് മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നു, അവിടെ 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഫദ്ലു തൻലീഫിൽ മസ്ജിദ്, പള്ളി എപ്പോഴും വൃത്തിയായി നിൽക്കണം എന്ന് പറയുന്നത് വലിയ ശ്രേഷ്ഠതയുള്ള കാര്യമാണ്. നിങ്ങൾ ഈ പള്ളിയിലൊരു നജസ് നിങ്ങൾ കണ്ടാൽ അത് ഇവിടുത്തെ മുഅദ്ദിനോ അല്ലെങ്കിൽ ഇവിടെ അതിനു വേണ്ടി അടിച്ചു തൊളിക്കാൻ വേണ്ടി നിൽക്കുന്ന ഒരു നിയോഗിക്കപ്പെട്ട ഒരാളോ വന്നിട്ട് അത് ചെയ്താൽ മതി എന്ന് പറയാൻ പാടില്ലാത്ത വിധം നിർബന്ധമായും ഒരു മുസ്ലിം അത് മാറ്റണം എന്ന് പറഞ്ഞ ദീനാണ് ദീൻ. നമ്മുടെ മസല മനസ്സിലാക്കണം. എവിടെയെങ്കിലും ഒരു അഴുക്ക് കണ്ടു, ഞാൻ അഴുക്ക് ഇതുവരെ മാറ്റിയില്ല എന്ന് മറ്റൊരാളോട് ചോദിക്കാൻ പോലും പാടില്ല. ആ അഴുക്ക് മാറ്റണം. എന്താ അഴുക്ക് മാറ്റാൻ? അതെൻ്റെ ബാധ്യതയാണ്, മറ്റൊരാളുടെ ബാധ്യതയല്ല. മറ്റൊരാളുടെ ബാധ്യതയല്ലാത്ത വിധം ഈ ശുചീകരണം എന്ന് പറയുന്നത് ഓരോരുത്തരുടെയും ഒരു ഇൻഡിവിജ്വൽ റെസ്പോൺസിബിലിറ്റി ആക്കി പറഞ്ഞു കൊടുത്ത മതാണ് അള്ളാഹുവിൻ്റെ ദീൻ. അതുകൊണ്ടാണ് പറഞ്ഞത് ഫദ്ലു തൻലീഫിൽ മസ്ജിദ്. അതോടൊപ്പം തന്നെ ഒരു ഖാദിമ്, ഒരു സദീഖ്, ഒരു കൂട്ടുകാരൻ, ഒരു സേവകൻ, അത്തരം ഒരാളെക്കുറിച്ച് അദ്ദേഹം ഇല്ലാതെ വരുമ്പോൾ അല്ലെങ്കിൽ അദ്ദേഹത്തെ കാണാതെ വരുമ്പോൾ അന്വേഷിക്കാനുള്ള ഒരു വ്യാകുലത അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു. അതാണ് വസ്സുആലു അനിൽ ഖാദിമി വസ്സദീഖി ഇദാ ഗാബ അൽ മുകാഫഅതു ബിദ്ദുആഇ വത്തർഗീബി ഫി ശുഹൂദി ജനായിസി അഹ്ലിൽ ഖൈർ. നല്ല പ്രവർത്തനങ്ങൾ ചെയ്ത ആളുകൾ അവർ മരിക്കുമ്പോൾ അവരുടെ കാര്യങ്ങളിൽ പ്രത്യേകം വ്യാപൃതമാകുക എന്നതിനെ പ്രോത്സാഹിപ്പിക്കലാണ്. വനദ്ബു സ്വലാത്തി അലൽ മയ്യിത്തിൽ ഹാദിരി ഇൻദ ഖബ്രിഹി, ഖബറിൻ്റെ മുമ്പിൽ ചെന്ന് നിന്ന് ഹാദിറായ മയ്യത്തിന് വേണ്ടി നമസ്കരിക്കലാണ്. ലിമൻ ലം യുസല്ല അലൈ, നമസ്കരിക്കപ്പെടാതെ പോയിട്ടുള്ള മയ്യത്താണെങ്കിൽ അവിടെ പോയി നമസ്കരിക്കലാണ്. ഇത്തരം കാര്യങ്ങളൊക്കെ പഠിപ്പിക്കാം. ഞാനിത് പറയാൻ കാരണം ഇതൊരു പ്രത്യേകമായി അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. അതുകൊണ്ടാണ് അങ്ങനൊരു സംസ്കാരത്തെ പ്രവാചകനിൽ നിന്ന് കിട്ടിയത് കൊണ്ടാണ് പിന്നീട് ലോകത്ത് ഇസ്ലാമിക ഭരണ സംവിധാനങ്ങൾ വന്നപ്പോഴൊക്കെ നമ്മൾ കണ്ടത് ഈ സാനിറ്റേഷൻ, അതായത് ഈ ശുചീകരണ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രക്രിയകളെ ഒരു സംസ്കാരമാക്കി മുസ്ലിങ്ങൾ കണ്ടു. ഇറിഗേഷൻ, ജലസേചന പദ്ധതികൾ വലുതാക്കി. ഹൈഡ്രോളിക് ആയിട്ടുള്ള, അതായത് ഈ ജലസംബന്ധമായ അതിൻ്റെ ഓരോ പ്രക്രിയകളെ എന്ന് പറഞ്ഞാൽ ജലത്തെ ശുദ്ധീകരിച്ചെടുക്കാനുള്ള പ്രക്രിയകളെ ഏറ്റവും ആദ്യം അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ ചെയ്തവർ എന്ന് പറയുന്നത് മുസ്ലിങ്ങളാണ്. ഇത് ഞാൻ വെറുതെ പറയാലോ, ഇതൊക്കെ ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയതാണ്. പൂന്തോട്ട നിർമ്മാണം വഴി ഒരു പരിസരത്തെ കൂടുതൽ ഭംഗിയാക്കുകയും അതിനെ സുന്ദരമാക്കുകയും ചെയ്തൊരു സംസ്കാരത്തെ, ഒരു പ്രക്രിയയെ കൊണ്ടുവന്നത് മുസ്ലിങ്ങളാണ്. മുഗളന്മാർ വന്നപ്പോഴാണ് ഇന്ത്യയിൽ അങ്ങനെ ഒന്നുണ്ടായത്. ലോകത്ത് അത് ആദ്യമായി കണ്ടത് അന്തലോഷ്യയിലാണ്. അന്തലോസിയ, എന്താ ഈ അന്തലോസിയ? സ്പെയിൻ, മുസ്ലിം സ്പെയിൻ, അന്തലോസിയ. എന്തൊരു രസകരമായിട്ടാണെന്നോ ചരിത്രകാരന്മാർ അത് സംബന്ധമായി പറയുമ്പോൾ അൽ അന്ദലൂസ്, ദ ആർട്ട് ഓഫ് ഇസ്ലാമിക് സ്പെയിൻ എന്ന് പറഞ്ഞിട്ടാണ് പ്രഗത്ഭരായ ചരിത്രകാരന്മാർ പല ഭാഗങ്ങളിൽ എഴുതിയിട്ടുള്ള ലേഖനങ്ങളെ ക്രോഡീകരിച്ചുകൊണ്ടൊരു പുസ്തകം എഴുതിയിട്ടുള്ളത്. അൽ അന്ദലൂസ്, ദ ആർട്ട് ഓഫ് ഇസ്ലാമിക് സ്പെയിൻ. ഇസ്ലാമിക് സ്പെയിൻ്റെ ഒരു കല. എന്തിലൊക്കെയാണ് അവരുടെ കല? വിദ്യാഭ്യാസം, ശാസ്ത്രം, കല തന്നെയും വികസിപ്പിച്ചതിൽ.
അതോടൊപ്പം തന്നെയാണ് ഇത്തരം സാമൂഹിക ശുചീകരണ പ്രക്രിയയുടെ കാര്യത്തിൽ ബദ്ധശ്രദ്ധരായിരുന്ന ഒരു സമൂഹമായിരുന്നു മുസ്ലിങ്ങൾ. അതുകൊണ്ടാണ് ഏതാണ്ട് മുസ്ലിങ്ങളുടെ ഭരണകാലഘട്ടത്തിൻ്റെ ഒരു ഗോൾഡൻ ഏജ് എന്ന് പറയുന്ന മധ്യകാല അബ്ബാസി കാലഘട്ടത്തിൻ്റെ കാലത്താണ് വാട്ടർ കോർട്ട് ലോകത്ത് ഇസ്ലാം കൊണ്ടുവന്നു. വാട്ടർ കോർട്ട്, ജലസംബന്ധമായിട്ടുള്ള എന്തു തർക്കവും പരിഹരിക്കാൻ വേണ്ടി ഒരു കോടതി. നിങ്ങളിങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്കി. ജലസംബന്ധമായിട്ടുള്ള വിഷയങ്ങൾ, ജലം മലിനീകരിക്കപ്പെട്ടാൽ, ജലം മറ്റൊരാളുടെ കിണറിൻ്റെ തൊട്ടടുത്ത് കൊണ്ടുപോയി കിണർ കുഴിച്ചിട്ട് ഭൂഗർഭജലം വലിച്ചെടുക്കാൻ വേണ്ടിയുള്ള ശ്രമം നടത്തുന്നത് വലിയ കേസായി കണ്ട മതാണ് ഇസ്ലാം. ആലോചിച്ച് നോക്കൂ, എന്തൊരു അത്ഭുതമാണ്. അതുകൊണ്ട് അത് സംബന്ധിച്ചൊക്കെ പറയാനും തർക്കങ്ങൾ പരിഹരിക്കാനും വേണ്ടി ഒരു കോർട്ട്, ഒരു കോടതി, അതായത് ജലസംബന്ധമായ പ്രശ്നങ്ങളും തർക്കങ്ങളും തീർക്കാൻ വേണ്ടി മധ്യകാല ബഗ്ദാദിൽ അങ്ങനെ ഒരു കോടതി ഉണ്ടായിരുന്നു എന്ന് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തുന്നു. അതുകൊണ്ടാണ് വിക്ടർ റോബിൻസൺ പറയുന്നുണ്ട്, യൂറോപ്പിന് മാലിന്യങ്ങൾ എങ്ങനെ നീക്കം ചെയ്യണമെന്നറിയാത്ത കാലത്ത് സ്വന്തം അടിവസ്ത്രം പോലും ദിനേന ശുദ്ധീകരിച്ചുകൊണ്ട് വൃത്തിയുടെ പാഠങ്ങൾ പഠിപ്പിച്ചു തന്ന ഒരു സമൂഹം ഉണ്ടായിരുന്നു. അതെവിടെയാണെന്നോ? സ്പെയിനിലാണ്. അൽ ഖുർത്തുബയുടെ, അതായത് കെർഡോവയുടെ മുറ്റത്താണ്. കെർഡോവ, Muslim Spain wrote one of the brightest chapters in the intellectual history of medieval Europe എന്ന് പറയുന്നുണ്ട് പി.കെ. ഹിറ്റി. മധ്യകാല യൂറോപ്പിൻ്റെ ദൈക്ഷണികമായ ചരിത്രത്തിൽ അത്ഭുതകരമായ ഏടുകൾ, സുവർണാഭമായ ഏടുകൾ. എങ്ങനെയാണ് സാമൂഹിക ശുചീകരണം വേണ്ടതെന്ന്, എങ്ങനെയാണ് ശാസ്ത്രബോധം വേണ്ടതെന്ന്, എങ്ങനെയാണ് ഒരു സാമൂഹിക സംസ്കാരം രൂപീകരിക്കപ്പെടേണ്ടത്, എങ്ങനെയാണ് ഒരു കൾച്ചർ, ഒരു സിവിലൈസേഷൻ എങ്ങനെ രൂപീകരിക്കണമെന്ന് പഠിപ്പിച്ചു മുസ്ലിങ്ങൾ. അവിടെ ഏറ്റവും അടിസ്ഥാനപരമായൊരു ധർമ്മമായിരുന്നു മുസ്ലിങ്ങൾക്കിടയിലെ വൃത്തി, സാമൂഹിക ശുചീകരണ പ്രക്രിയകൾ. അത് ശരിക്കും മനസ്സിലാക്കാൻ നമ്മളൊക്കെ ബാധ്യസ്ഥരാണ്. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞില്ല, ഇത്തഖുല്ല ആനൈൻ, രണ്ട് ശാപപ്രാർത്ഥനക്കാരെ പ്രത്യേകം ശ്രദ്ധിക്കണേ, സൂക്ഷിക്കണേ. ഏതായി രണ്ട് ശാപപ്രാർത്ഥനക്കാർ? നിങ്ങൾ മലിനമായി ഭൂമിയെ കാണുന്ന വിധം നിങ്ങൾ കാർക്കിച്ച് തുപ്പുമ്പോൾ അതു കണ്ടിട്ട് ഏതവനാണത് ചെയ്തത് എന്ന് സ്വയം അങ്ങനെ ശപിച്ചു പോകുന്ന മനസ്സുകളെ നിങ്ങൾ പേടിച്ചേക്കണേ, കാരണം അത് വലിയ പേടിയാകണം എന്ന് പഠിപ്പിച്ചു മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മറ്റൊന്നെന്താണ്? മനുഷ്യൻ്റെ ശുചീകരണ ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ഭൂമിയിൽ ഒരു മറയുമില്ലാതെ, പിന്നെയും അതിനെ മറക്കാതെ, അതിനെ മൂടിക്കളയാത്ത വിധം മാലിന്യം വിസർജിക്കുമ്പോൾ ആ വിസർജ്യ വസ്തുവിൻ്റെ നേരെ നോക്കിയിട്ട് ശപിച്ചു പോകുന്നവൻ്റെ ശാപപ്രാർത്ഥനയെ നിങ്ങൾ പേടിക്കണേ എന്ന് പറഞ്ഞു മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ വിസർജ്യ വസ്തുക്കളെ, ഇതിനൊക്കെ വലിയ അർത്ഥത്തിലുള്ള ഒരുപാട് കാര്യങ്ങളെ ചെയ്യാൻ കഴിയും. ഇതൊക്കെ പറഞ്ഞു തന്നു. അതുകൊണ്ടല്ലേ എന്തിനാ ഖബർ എന്ന് പറയുന്നിടത്ത് ഫിഖഹിൽ, കർമ്മശാസ്ത്രത്തിൽ ഏറ്റവും ആദ്യം പറയുന്ന കാര്യം ഇതാണ്. ഖബർ ഒരു കാര്യവും കൂടിയാണ്, ഒരു സംസ്കരണം. അതല്ലോ മയ്യത്ത് സംസ്കരണം. എന്താണ് ആ സംസ്കരണം? സംസ്കാരവുമായി ബന്ധപ്പെട്ടതാണ്. കാരണം അതുപോലും പിന്നെ ഭൂമിയുടെ മാലിന്യങ്ങളുടെ കൂമ്പാരമായി മാറാതിരിക്കാൻ എങ്ങനെ അത് നടത്തണമെന്ന് അതിൻ്റെ എല്ലാ കൃത്യതയും പഠിപ്പിച്ചു ഈ മതം. അതുകൊണ്ടാണ് ഈ ഇത്തരം ശുദ്ധീകരണ പ്രവൃത്തിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു കർമ്മശാസ്ത്രം, ഒരു ജൂറിസ്പ്രുഡൻസ് ഇസ്ലാമിനുണ്ടെന്ന് കൂടി നമ്മൾ പഠിക്കുമ്പോഴാണ് വൃത്തി, അത് ആന്തരിക ശുദ്ധിയാകട്ടെ, വ്യക്തിപരമായിട്ടുള്ള അവൻ്റെ ബാഹ്യ ശുചീകരണമാകട്ടെ, അവൻ്റെ പരിസര ശുചീകരണമാകട്ടെ, അത് സാമൂഹിക ശുചീകരണം എന്ന് പറയുന്ന സോഷ്യൽ ഹൈജീനിക്കായി ബന്ധപ്പെട്ട് നിൽക്കുന്നതാകട്ടെ, എല്ലാത്തിനെയും കുറിച്ച് കൃത്യമായൊരു മാതൃക പഠിപ്പിച്ചു തന്നു അള്ളാഹുവിൻ്റെ ദീൻ. ഇത് പഠിക്കുമ്പോൾ, ഇത് മനസ്സിലാക്കുമ്പോൾ, ആ ബാധ്യത ഏറ്റെടുക്കുമ്പോൾ, അങ്ങനെ ഒരു ജീവൻ പൊലിഞ്ഞു പോകുന്നിടത്ത് പോലും നമുക്ക് വലിയ ഉത്തരവാദിത്വമുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അള്ളാഹു കാര്യങ്ങളെ ബോധ്യപ്പെടാൻ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. വാഖിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അർഹമുർ റഹീമീനായ റബ്ബ് സ്വീകരിക്കട്ടെ. ഇന്ന് ഈ ജുമുഅ നമസ്കാരത്തിൻ്റെ തൊട്ട് മുമ്പ് നിലവിളിച്ചാർത്തൊരു പിതാവ് വിളിച്ചിരുന്നു. ആ പിതാവിൻ്റെ ഇവിടെ എല്ലാ കാര്യങ്ങൾക്കും കാര്യമായി സഹായിക്കുന്ന ഒരു സുഹൃത്താണ് പ്രിയപ്പെട്ട സയ്യിദ് ഹാജി എന്ന് പറയുന്ന. നേരത്തെ ഇവിടെ പലപ്പോഴും നേരത്തെയൊക്കെ ബാങ്ക് വിളിക്കാൻ അദ്ദേഹം ഇവിടെ ഉണ്ടാകുമായിരുന്നു. പ്രിയപ്പെട്ട സയ്യിദ് മൂക്ക, അദ്ദേഹത്തിൻ്റെ മകൻ്റെ മകൾ ഇപ്പോൾ ICUവിലാണ്. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ആ കുഞ്ഞുമോൾക്ക് എത്രയും പെട്ടെന്ന് അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ്സിലേക്കുള്ള തിരിച്ചുവരവ് അള്ളാഹു കൊടുക്കട്ടെ. ആ കുഞ്ഞിനെന്തോ വലിയ ബുദ്ധിമുട്ടാകുന്നു എന്ന് പറഞ്ഞാണ് ആ വാപ്പ കരയുന്നത്. ഞാനിപ്പോൾ പോരുന്ന നേരത്ത് കേട്ടതാണ്. റഹ്മുർ-റഹീമിനായ റബ്ബേ, ഈ സമയം നിൻ്റെ അടുക്കൽ എത്ര വിലപ്പെട്ടതാണോ നാദാ, ആ കുഞ്ഞിന് നീ തിരിച്ചുള്ള ഒരു ആയുരാരോഗ്യ ആഫിയത്ത് നീ നൽകണേ റഹ്മാനെ. ഒരു ബുദ്ധിമുട്ടും വരാത്ത വിധം ആ കുഞ്ഞിനെ
നീ എത്രയും പെട്ടെന്ന് അത്ര ശ്രദ്ധയോടെ പരിപാലിക്കുന്ന ആ പൊന്നുമോൾക്ക് എത്രയും വേഗം നാദാ, ഞങ്ങളൊക്കെ മക്കളെ കാണുന്നത് എങ്ങനെയാണോ ഒരു പൂവിനെ പോലെ ഹൃദയപുഷ്പം പോലെ ഞങ്ങൾ കാക്കുന്ന ഞങ്ങളുടെ മക്കളാണ്. റഹ്മാനായ റബ്ബേ, നീ ആ കുഞ്ഞിനൊന്നും വരുത്തരുതേ അല്ലാ, ആ കുഞ്ഞിനൊന്നും വരുത്തരുതേ തമ്പുരാനെ. ആഫിയത്ത് കൊടുക്കണേ റബ്ബേ, ദീർഘായുസ് നൽകണേ റഹ്മാനെ. അതുപോലെ വളരെ പ്രധാനമായും ഇവിടെ വിദ്യാർത്ഥികളുടെ ഭക്ഷണ കാര്യങ്ങൾക്കൊക്കെ ചിലവാക്കുന്ന ഇങ്ങനെയൊക്കെ ഈ ദുആക്ക് വേണ്ടി ഓടി വിളിക്കുമ്പോൾ ഞാൻ ഓടിയെടുക്കുന്നത് പോലും, ഞാൻ അതുകൊണ്ട് ഇനി ആരെ എടുക്കില്ല എന്നൊന്നും അർത്ഥത്തിലല്ല പറയുന്നത്, പക്ഷേ നമുക്ക് പെട്ടെന്ന് വേഗം എന്താണോ അവൻ വിളിക്കുന്നതെന്നൊരു ചിന്ത വരുന്നതിൻ്റെ ഒരു കാര്യം. ഈ സമയത്തൊക്കെ വിളിക്കാൻ ഞാൻ അങ്ങനെ ഇഷ്ടപ്പെടുന്ന ഒരാളല്ല. കാരണം ഈ ഇങ്ങോട്ട് പോരുന്ന നേരത്ത് ഏതെങ്കിലും ഒരാൾ വിളിക്കുമ്പോൾ പിന്നെ മറ്റൊരു മനസ്സ് മാറിപ്പോകുമോ എന്ന് വിചാരിച്ചിങ്ങനെ വരുന്ന സമയം. പക്ഷേ ഇങ്ങനൊരു കോൾ വന്നപ്പോൾ വേഗം എടുത്തു. അതെടുക്കുന്നത് ഇങ്ങനെയൊക്കെ ഈ അസാസിനെ ഒരുപാട് സഹായിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ കൂടിയാണ്. അസാസിനെ അങ്ങനെ സഹായിക്കുന്ന ഒരുപാട് ആളുകൾ അർഹമുറഹീമിനായ റബ്ബെ നീ സ്വീകരിക്കണേ തമ്പുരാനെ. ഇവിടുത്തെ ഒരു നേരത്തെ ഭക്ഷണം ഉൾപ്പെടെ എല്ലാത്തിനും സഹായിക്കുന്നവരുണ്ട്. നിങ്ങൾ പ്രത്യേകം ആ കാര്യം മനസ്സിലേറ്റണം. അള്ളാഹു നിങ്ങളെയും നമ്മെയും അക്കാര്യത്തിൽ സഹായിക്കുമാറാകട്ടെ. നാഥൻ ഈ സഹായം ചെയ്യുന്ന ഓരോ സഹോദരന്മാരെയും അള്ളാഹു സഹായിക്കട്ടെ. അതുപോലെ തന്നെ ഇവിടെ എല്ലാ മാസവും അവസാനം അലിവിൻ്റെ ഒരു പിരിവ് നടക്കാറുണ്ട്. അലിവ് എന്ന് പറഞ്ഞാൽ ഇവിടെ വരുന്ന ഈ ഭാഗത്തെ ഈ മഹല്ല് ജമാഅത്തുകളിൽപ്പെട്ട പിന്നെ മുസ്ലിങ്ങളോ അമുസ്ലിങ്ങളോ ആകുന്ന ഒരു ഭേദവുമില്ലാതെ മനുഷ്യർ രോഗികളായി അവരിവിടെ വരുമ്പോൾ അവരെ നമ്മളത് പ്രത്യേക അന്വേഷണം നടത്തി അവർക്ക് വേണ്ട മരുന്ന് വാങ്ങിക്കൊടുക്കുന്ന ഒരു പ്രക്രിയയാണ്. അതിനുവേണ്ടി ബഹുമാനപ്പെട്ട റിലീഫിൻ്റെ സഹോദരന്മാർ എല്ലാ മാസവും ഒരു നിശ്ചിത തുക സംഭാവന ചെയ്യുന്നുണ്ട്. അതുപോലെ നിങ്ങളും ചെറിയ ചെറിയ സംഖ്യകൾ നൽകി ഈ ഒരു വലിയ പദ്ധതിയെ അതിനി എത്ര വിശാലമാകുമ്പോഴും നിങ്ങൾ ആ കാരുണ്യ പ്രവർത്തനത്തിൻ്റെ കൂടെ ഉണ്ടാകും. ആ നിലക്ക് ഒരു കാര്യമായി തന്നെ ഈ പ്രക്രിയയെ സഹായിക്കണം. ഇത് ഈ സമയത്ത് ഇന്ന് വെള്ളിയാഴ്ച ജുമാ നമസ്കാരത്തിന് ശേഷം നിങ്ങൾക്ക് ആ പിരിവ് നിങ്ങളെ ബക്കറ്റുമായി സമീപിക്കുന്ന സുഹൃത്ത് സൈദുമുദ് സാഹിബിൻ്റെ കയ്യിലേക്ക് അത് ഇട്ട് കൊടുക്കണം. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് സഹായിക്കട്ടെ. മറ്റൊന്ന് എല്ലാ ആഴ്ചയും പറഞ്ഞു, ഈ സഫ് ഒന്ന് എപ്പോഴും പ്രത്യേകം ശ്രദ്ധിക്കണം. നമസ്കാരത്തിൻ്റെ സമയത്ത് തക്ബീറത്തുൽ ഇഹ്റാം ചെയ്യുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ബഹളം വെക്കുന്നൊരവസ്ഥ ഉണ്ടാവാതെ സഫുകളൊന്നുകൂടി കൃത്യമാക്കണം. അള്ളാഹു സ്വീകരിക്കട്ടെ. അസ്സലാമു അലൈക്കും.